അപ്പോഴേ എന്നും രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പം കണി കാണുന്ന നമ്മുടെ റോക്കിയായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ കഥ ഓർന്നുകൊണ്ടപ്പോൾ ആ പരിസരത്തെങ്ങും കണ്ടില്ല. നേരെ അപ്പുറത്ത് ചെന്ന് നോക്കിയപ്പോൾ എന്താ കാണിച്ചിട്ടേക്കുന്നുണ്ടോ, ഇന്ന് പത്രം ഇച്ചിരി നേരത്തെ വന്നു കേട്ടോ. ഇനി ഞാൻ ഇച്ചിരി അവധിയായതുകൊണ്ട് എഴുന്നേക്കാൻ താമസിച്ചിട്ടുണ്ടോ എന്തുവാന്ന് അറിഞ്ഞുകൂടാ. അതാണ്ട് അവനത് ഞുണ്ണമാക്കി കീറി വെച്ചിട്ടുണ്ട്. ഒരു അറ്റം പോലും ഇനി അത് വായിക്കാൻ പറ്റത്തില്ല. എന്തായാലും ലച്ചുച്ചേച്ചിക്ക് സന്തോഷമാവും, കാരണം ഞാൻ ഇന്ന് നിർബന്ധിച്ചിട്ടാണ് ഈ പത്രം വായിക്കുന്നതിന്. ഇന്ന് അവൾക്ക് എന്തായാലും റോക്കി കാരണം സന്തോഷമായി. ഇന്നത്തെ അവധി ദിവസം ഇങ്ങനെ നേരത്തെയും കാലത്തും ജോലിയൊക്കെ തീർക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തണ്ട് ഇച്ചിരി സവാളയൊക്കെ അരിഞ്ഞ് കുക്കറിലിട്ട് ഒരു 5-6 വിസിലൊക്കെ അടുപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഇച്ചിരി ചിക്കൻ മേടിക്കണം. അപ്പം പെട്ടെന്ന് ഇന്ന് ജോലി തീർക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ലച്ചുവിന് 9 മണിക്ക് ട്യൂഷനുണ്ട്. അപ്പം ഞാൻ ലച്ചുവിനോട് പറഞ്ഞ് പെട്ടെന്ന് പോയി മുറ്റത്ത് നിന്നിട്ട് പോയി റെഡി ആയിക്കൊള്ളാനായിട്ട്. അപ്പോൾ രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്നലത്തെ ചോറ് ബാലൻസ് ഉള്ളത് ഞാനത് തിളപ്പിച്ച് വെച്ചിട്ട് തണ്ട ഒരു എന്തായിരുന്നു പുളിയും മുളകും അരച്ചിട്ടുണ്ട് കേട്ടോ. മുളകൊക്കെ ചുട്ടിട്ട് അപ്പം എനിക്ക് അന്നേരം അറിയാം, ഇത് കാണുമ്പോൾ ലച്ചുവിൻ്റെ മുഖം വികസിക്കും, ആഷിയുടെ മുഖം ചുളിയും. അതുപോലെ തന്നെയാണ് ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഞാൻ സമയം പോയതുകൊണ്ട് ഞാനങ്ങ് വാരി കൊടുക്കുവാണേ. അവൾ പിന്നെ പെട്ടെന്ന് മിറ്റൊക്കെ തൊത്തിട്ട് പെട്ടെന്ന് പോയി കുളിച്ചേച്ചൊക്കെ വന്ന് അപ്പം പിന്നെ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ചൂടായിരുന്നു വാരി കൊടുക്കുവാണേ. അപ്പോൾ അക്കൂട്ടത്തിൽ ആഷ്മി 2 വാ കഴിച്ചിട്ടുണ്ട് ഇഷ്ടമല്ലെങ്കിലും. അപ്പം ആ ലച്ചുവിനെ കൊണ്ടുവിട്ടിട്ട് വന്ന വഴിക്ക് ഞങ്ങൾ തൻ്റെ ചിക്കനും ഒക്കെ മേടിക്കാൻ കരുത്. ഞങ്ങളുടെ സ്ഥിരം ചിക്കൻ കടയാണേ. അപ്പം ചിക്കനും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ലാസ്റ്റ് ഞാൻ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഒക്കെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ എല്ലാം കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും.